എന്തുവാണെന്നൊന്ന് അറിയണ്ടേ? ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. തിരിച്ച് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് ഒരു റേഡിയോ ആയിട്ടിരുന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ല ഒരു മൊബൈൽ ഫോണായിട്ടിരുന്ന് പഠിപ്പിക്കുന്നതല്ലേ നല്ലേ? തിരിച്ചും ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. എല്ലാവരും വലിയ സ്റ്റുഡൻസ് ആണെന്ന് അറിയാം, എന്നാലും ചില പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റി തിയറീസിൽ ആദ്യം ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ പേഴ്സണാലിറ്റി എന്താണെന്ന്? അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളൂടെ പറയാം. രണ്ട് കുട്ടികൾ ഒരു കുടുംബത്തിൽ വളരുന്നു, പക്ഷെ അവർ എന്തുകൊണ്ടാണ് വ്യത്യസ്ത സ്വഭാവമുള്ളവരാകുന്നത്? അപ്പൊ നമ്മൾ അതിന് ഒരു ഉത്തരം കൊടുക്കും. അതെന്താണ്? അവരുടെ വ്യക്തിത്വം. അതാണ്, അവരുടെ വ്യക്തിത്വം കൊണ്ടാണ് ആ വീട്ടിലെ രണ്ടു കുട്ടികളും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ചിന്തിക്കും, വാട്ട് ഈസ് പേഴ്സണാലിറ്റി? വ്യക്തിത്വം എന്താണ്? തനതായ സ്വഭാവം. നിങ്ങൾ വിചാരിക്കും ഈ ടീച്ചർ വന്ന് ചോദ്യം ചോദിച്ച് ശല്യപ്പെടുത്തുവാണെന്ന്. അങ്ങനല്ല, നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അവരവരുടേതായ സ്വഭാവങ്ങൾ. അവരുടേതായ സ്വഭാവങ്ങൾ. ഓക്കെ, കുറച്ചുകൂടെ ഞാൻ പറയട്ടെ, സമയം കളയണ്ട എന്ന് വിചാരിച്ചാണ്. അതായത് ഒരു വ്യക്തിയുടെ ചിന്ത, അതുപോലെ ഒരു വ്യക്തിയുടെ വികാരം, അതുപോലെ പെരുമാറ്റം, പിന്നെ അടുത്ത പ്രതികരണം എന്നിവയുടെ സ്ഥിരതയുള്ള, ഞാൻ നോട്ട് തരാം പിന്നെ, എന്നിവയുടെ സ്ഥിരതയുള്ള ഒരു മാതൃകയാണ് ലളിതമായി പറഞ്ഞാൽ വ്യക്തിത്വം. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിയുടെ ചിന്ത, ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ നിയന്ത്രിക്കുന്നത്. അതുപോലെ അവരുടെ വികാരം, ആ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ, ഏത് ഇമോഷനിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് സാവധാനമായിരിക്കും ചിലർ മറുപടി പറയുന്നത്. ചിലരാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടങ്ങ് മറുപടി പറയും. ഇച്ചിരി കഴിയുമ്പോൾ അവരങ്ങ് തണുക്കും. പക്ഷെ ചിലരെന്തോ ചെയ്യും, ഇത് കണ്ടിട്ടാ കുഴപ്പമില്ല, വരുന്നത് വരട്ടെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്തിട്ട് പ്രതികരിക്കും. അതായത് അവരുടെ ആ ഒരു പെരുമാറ്റം, ആ സിറ്റുവേഷനോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് അവർ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അതായത് അതൊരു സ്ഥിരതയുള്ള മാതൃകയാണ്. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും വ്യക്തിത്വം എന്ന് പറയുന്നത്, അവര് നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നു, അവര് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ളതാ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ നല്ല മനുഷ്യനായോ, എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്, എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന് കൈ തന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നമ്മൾ അവരെ തന്നെ പിന്നെ നമ്മൾ അസസ് ചെയ്തിട്ട് പറയും, ഞാൻ വിചാരിച്ച പുള്ളി അല്ലല്ലോ അദ്ദേഹം. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ തിരുത്തി മാറ്റിയിട്ടില്ലേ? നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ഒരാളെ ധരിച്ചു വെച്ചിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിചാരിച്ച പുള്ളിയൊന്നും അല്ല, അയാൾ വേറെ പുള്ളിയാണെന്ന് വിചാരിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യത്തോട്, ഇപ്പൊ ഒരാളുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ കാണുമ്പോൾ ഓടി വന്ന് മിണ്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നതൊന്നുമല്ല. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതും ആ വ്യക്തി പ്രതികരിക്കുന്നതും ആ സിറ്റുവേഷനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നത്. ഒരാളെ മറ്റുള്ള ആളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പെരുമാറ്റ ഗുണങ്ങളുടെ ഒരു സമാഹാരം അല്ലെങ്കിൽ ഒരു സമന്വയമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി നിങ്ങൾക്ക് പറയാമോ, നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരാൾക്കൊന്ന് പറയാമോ? മൂന്ന് വാക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഓർത്തു കാണും, ഭർത്താവ് ഭാര്യയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഓർത്തു കാണും. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഒരു പ്രശ്നം വരുമ്പോ ദേഷ്യപ്പെടുന്നതും ദേഷ്യപ്പെടാതെ ഇരിക്കുന്നതും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. ചിലരാണെങ്കിൽ എന്താ പറയാ, സാരമില്ല, ഒരു ഗ്ലാസ് അല്ലയോ പൊട്ടിയത്. ചിലർ ചോദിക്കും, പിന്നെ നിനക്ക് ശ്രദ്ധിച്ച് ചെയ്തുകൂടായിരുന്നോ, നിന്റെ കണ്ണ് എവിടായിരുന്നു, അല്ലെങ്കിൽ നിന്റെ കൈ എവിടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ആ രണ്ട് സിറ്റുവേഷനിലും അല്ലല്ല, ആ ഒരു സിറ്റുവേഷനിലും പലരും പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ
നിർണയിക്കുന്നത്. ചിലപ്പോ അറിയാതാണ് ഗ്ലാസ് പൊട്ടിപ്പോയത്, നമ്മൾ പോലും അറിഞ്ഞതല്ല, വീണ് പൊട്ടിപ്പോയി. അപ്പൊ ചിലപ്പോ നമ്മളോട് എന്തിനാ പറഞ്ഞത്, സാരമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്താ ചെയ്തത്, ആ വ്യക്തി നമ്മളെയും കൂടെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ മറ്റേ ആ പ്രതികരണം എന്തായിരുന്നു, നിനക്കെന്തായിരുന്നു ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിച്ചാ അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമം വരും. നമ്മൾ അറിയാതെ ചെയ്തൊരു പ്രവൃത്തിയാണ്, പക്ഷെ ആ വ്യക്തി എങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമ്മളെ ഒട്ടും മനസ്സിലാക്കിയില്ല. അതാണ് ഒരാളുടെ വ്യക്തിത്വം. അതായത് ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിൽ വന്ന ചിന്ത കൊണ്ടാണ് അങ്ങനെ പെരുമാറാനായിട്ട് പറ്റിയത്. ചിന്ത, വികാരം, പെരുമാറ്റം, ഇതൊക്കെ ഒരാളുടെ വ്യക്തിത്വത്തിൽ ഇടപെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ പുറമേ കാണുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും അയാളുടെ വ്യക്തിത്വം ഇങ്ങനെയാണെന്ന് നിർണ്ണയിക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ 25 വർഷം താമസിച്ചാലും നമുക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ചിലപ്പം കഴിഞ്ഞെന്ന് വരത്തില്ല. അതായത് പലതരത്തിലുള്ള പേഴ്സണാലിറ്റികളുണ്ട്. അത് നമുക്കിനി വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പഠിക്കാം. നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണാലിറ്റികളൊക്കെ ഒരുപാടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ കൗൺസിലിങ്ങിന് വരുമ്പം ഞാൻ കൂടുതലും കുട്ടികളുടെ ഇടയിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും വരാറുണ്ട്. ഞാൻ സ്കൂളിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പം ഈ കുട്ടികൾ എന്താ ചെയ്യുന്നു, ആദ്യത്തെ ദിവസം വന്ന് ടീച്ചർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പറയും അവനെ ഒന്ന് കൗൺസിലിംഗ് ഒക്കെ നടത്തണേന്ന്. ഇവർ ആദ്യത്തെ ദിവസം വന്നിരുന്നിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടിരുന്നിട്ട് ഇവനെ നമ്മളെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള കഥകളൊക്കെ അങ്ങ് പറയും. അപ്പം അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം ഞാനങ്ങ് വിശ്വസിച്ച് അവരുടെ അടുത്ത് നമ്മൾ ഓക്കെ മോനെ ശരി നീ പറഞ്ഞെല്ലാം കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവൻ വിചാരിക്കുന്ന ഇതെല്ലാം വിശ്വസിച്ചെന്നാ. രണ്ടാമത്തെ വരുമ്പോഴാണ് ട്വിസ്റ്റ്, ഇവ ഇന്നലെ പറഞ്ഞത് മൊത്തം കള്ളത്തരമായിരിക്കും. പിന്നെ അടുത്ത ദിവസം വരുമ്പോഴായിരിക്കും പിന്നീട് നമ്മൾക്ക് ഈ ആദ്യത്തെ ദിവസത്തെ അടിച്ചതും രണ്ടാമത്തെ ദിവസം പറഞ്ഞതും കൂടെ ചെയ്ത് മൂന്നാമത്തെ ദിവസം വേറൊരു കഥയായിരിക്കും പറഞ്ഞത്. ഇതെല്ലാം കൂടെ നമ്മൾ സംശീകരിച്ചെടുക്കുമ്പോഴായിരിക്കും യഥാർത്ഥ സത്യം കിട്ടുന്നത്. നമ്മുടെ പിള്ളേർ നന്നായിട്ട് നമ്മുടെ അടുത്ത് കള്ളം പറയും. അപ്പൊ നമ്മൾ ഇനി ആലോചിച്ചു വേണം, ഇവര് നമ്മളെ പറ്റിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയുന്നു. പ്രത്യേകിച്ച് അമ്മമാരോട് ഞാൻ പറയാം, പിള്ളേർ എവിടെങ്ങാണ് ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടും. പിള്ളേർ പറയുന്നതിൽ ഒരു 80% വിശ്വസിക്കാവൂ, ഒരു 20% അവർ തള്ളുന്നതും ഇച്ചിരി കള്ളത്തരമായിരിക്കും. അമ്മമാരെന്ത് ചെയ്തണോ ഒന്ന് അഭിനയിച്ചോണോ, നീ പറയുന്ന എല്ലാം സത്യമാടാ മോനെ എനിക്കെല്ലാം വിശ്വാസമാണ്, അവരുടെ മുന്നിൽ നമ്മൾ വിശ്വസിച്ചങ്ങ് നിന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഇച്ചിരി സ്ഥലം ഇട്ടേക്കണം ഇവരുടെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട്. ഇനിയാണ് നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി. ഇന്ന് ഞാൻ 10 മണി വരെ എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സത്യം അങ്ങ് പറയാലോ, ഇന്നത്തെ ക്ലാസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഓർമ്മയില്ലാന്ന് വെച്ചാൽ എന്റെ ക്ലാസ് ആയിരിക്കത്തില്ല, ടിറ്റോ സാറിന്റെ ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഇരുന്നത്. പിന്നെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എനിക്ക് വൈകിട്ട് ഞാൻ മെസ്സേജ് കണ്ടപ്പോഴാണ് അയ്യോ എന്റെ ക്ലാസ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ക്ലാസ് എടുത്ത് അത് തിയറിയിലോട്ട്, പ്രധാനപ്പെട്ട തിയറിയിൽ ഒന്നാമത്തെ തിയറിയിലോട്ട് അടുത്ത ദിവസം കയറിയാൽ മതി. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി, അതായത് ഇനി ഈ വ്യക്തിത്വങ്ങളിൽ തന്നെ 3 തരം ഉണ്ട്. ആ വ്യക്തിത്വങ്ങൾ ഏതാന്ന് നോക്കുക. ഞാനിപ്പോ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ വീടുകളിൽ നമ്മളായിരിക്കാം, ചിലപ്പം നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കാം. ഒന്നാമത്തെ വ്യക്തിത്വമാണ് ഇൻട്രോവർട്ട്, അതായത് അന്തർമുഖര്. അതായത് ഇൻട്രോവർട്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും. അവർക്ക് കുറച്ച് സുഹൃത്തുക്കൾ മാത്രം ഉണ്ടാകും. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൊത്തം അങ്ങ് ചിന്തിച്ചു കൂട്ടും. അതുപോലെ കൂട്ടുകാരോടൊത്ത് സഹകരിക്കുന്നതിനോ കൂട്ടുകാരോടൊത്ത് പോയി സന്തോഷിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ വിചാരിക്കും അവനൊരു സന്തോഷവും കണ്ടെത്തുന്നില്ല, അവനാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, അവൻ എന്തോ സന്തോഷം, നമ്മളോടൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് സന്തോഷം, നമ്മൾ കൂട്ടുകാരോടിരുന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ കൂട്ടുകാരോട് പോയി വൈകിട്ട് ബീച്ചിൽ പോയി സന്തോഷം ആസ്വദിക്കുന്ന അതേ എഫക്റ്റിൽ തന്നെ ഇയാൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്, സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യം, അവൻ ആരോടും മിണ്ടത്തൊന്നുമില്ല, ഇവൻ ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാ ഒരു മനുഷ്യനോട് ഒരു സഹകരണവും ഇല്ലാതെ ജീവിക്കുന്നതെന്ന്. പക്ഷെ നമ്മുടെ തോന്നലാണ് അവൻ സഹകരിക്കുന്നില്ല, പക്ഷെ ആ വ്യക്തിയുടെ സന്തോഷങ്ങളെല്ലാം അയാൾ ഒറ്റയ്ക്കിരുന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തയാണ് എക്സ്ട്രോവർട്ട്, അതായത് ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആളുകളുമായി എളുപ്പത്തിൽ സഹകരിക്കും, ബന്ധപ്പെടും. പിന്നെ നല്ല എനർജറ്റിക് ആയിരിക്കും. പിന്നെ പബ്ലിക് സ്പീക്കിന് വലിയ ഭയമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനും പറയുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ചില എക്സ്ട്രോവർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയും കൂടെ നമുക്ക് അറിയാം, ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെയും
രണ്ട് കുട്ടികളൊക്കെ ഉള്ള അമ്മമാരെയൊക്കെ പ്രത്യേകിച്ച് അറിയാം. ഒരാളാണെങ്കിൽ ഒന്ന് പറയുന്നതിന് മുമ്പേ രണ്ടാമത് അടുത്ത നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ അടുത്ത കാര്യം ചാടി വീണങ്ങ് ചോദിച്ചു കളയും. ഭയങ്കര എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കും. എന്നാ പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒറ്റയ്ക്കിരിക്കുന്നതും ആൾക്കാരില്ലാതിരിക്കുന്നതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യം. ആൾക്കാരുടെ കൂട്ടത്തിൽ ഓടിച്ചാടി നടക്കുന്നതിനും സന്തോഷിക്കുന്നതിനൊക്കെയാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പം ഒന്നാമത്തത് ഇൻട്രോവർട്ട്, രണ്ടാമത്തെ എക്സ്ട്രോവർട്ട്. അതായത് അവർക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും, ആൾക്കാരോട് നന്നായിട്ട് സഹകരിക്കുന്നതിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പിന്നെ പബ്ലിക് സ്പീക്കിന് യാതൊരു ഭയവുമില്ല. മൂന്നാമത്തെയാണ് ആംബിവർട്ട് എന്ന് പറയും. AMBIVERT. ഞാൻ നോട്ട് തരാം. ആംബിവർട്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സാഹചര്യ അനുസരണം പെരുമാറാൻ അവർക്കറിയാം. അതായത് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആംബിവർട്ട് എന്ന് വെച്ചാൽ അവര് കൂട്ടത്തിൽ കൂടി സന്തോഷിക്കാനും മിടുക്കരാണ്, ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാനും മിടുക്കരാണ്. അവർക്ക് ഒരാൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരാൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുക, അവരുടെ പെരുമാറ്റം മാറ്റുക. പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, അന്നേരം കാണുന്നവനെ എന്ന് വിളിക്കുന്ന സ്വഭാവം എന്ന് പറയും. അതാണ് ഇന്ന് അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഒറ്റയ്ക്കിരുന്ന് ഒരു സന്തോഷിക്കും, കൂട്ടത്തിൽ കൂടിയും സന്തോഷിക്കും, നമ്മുടെ കൂടെ നിൽക്കും, അപ്പുറത്തും നിൽക്കും. അപ്പൊ പേഴ്സണാലിറ്റി തന്നെയാണ് 3 തരത്തിലുള്ളതാണ്: എക്സ്ട്രോവർട്ട്, ഇൻട്രോവർട്ട്, ആംബിവർട്ട്. ഇനി അടുത്ത ടൈപ്പ് A ആൻഡ് B. ടൈപ്പ് A എന്ന് പറയുമ്പോൾ അതിനകത്ത് A വ്യക്തികൾ ടൈം കോൺഷ്യസ് ആയിരിക്കും. ഈ ആദ്യം നമ്മൾ പറഞ്ഞ ഇൻട്രോവർട്ട് അല്ലേ, അവർ ഒറ്റയ്ക്ക് അവർക്ക് ഭയങ്കര ടൈമിനെ കുറിച്ചൊക്കെ ഭയങ്കര ബോധമുള്ളതായിരിക്കും. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അങ്ങനെ ഈ ഓടിച്ചാടി നടക്കുന്നവർ പറയുന്നൊരു കാര്യം എന്താണ്, ഓ അതൊക്കെ എളുപ്പം അങ്ങ് ചെയ്ത് തീർക്കാം, അതൊന്നും സാരമില്ല. പക്ഷെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് അതെല്ലാം ടൈം കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. അവർക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്ട്രെസ് കൂടുതലുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള മറ്റവർക്ക് മറ്റുള്ളവർ ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇനി അതുപോലെ ഈ ബേൺ ഔട്ട് കൂടുതലുള്ള വ്യക്തികളാണ് ഇവര്. മനസ്സിലായി? ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോഴെന്തോ ചെയ്യുന്നത്, ഈ ടൈപ്പ് ആൾക്കാര് പെട്ടെന്ന് എന്തോ ചെയ്യും, അവരുടെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്തോ ചെയ്യും, കരയാനായിട്ട്, ബേൺ ഔട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം പുറത്തു പോകാനായി. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും, ആ ഒരു ടെൻഡൻസി അവർ കൂടുതലായിട്ട് കാണിക്കും. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പേഴ്സണാലിറ്റി എന്താണെന്ന് പറഞ്ഞു, പേഴ്സണാലിറ്റിയുടെ 3 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത നമുക്ക് ഹൗ ടു ഐഡന്റിഫൈ പേഴ്സണാലിറ്റി. നമുക്ക് എങ്ങനെ ഒരു പേഴ്സണാലിറ്റിയെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെയാണ് ഒബ്സർവേഷൻ. നമ്മളിപ്പം ഒരാളെ കാണുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ലേ, ഒബ്സർവ് ചെയ്യത്തില്ലേ? നമ്മളെ സംബന്ധിച്ച് കുറെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരാളുടെ ചലനങ്ങളെ, അവരുടെ നോട്ടങ്ങളെ, ഭാവങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ അത് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലരുടെ സംസാര രീതിയിൽ കൂടെ നമുക്ക് ചിലരുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. പിന്നെ ബോഡി ലാംഗ്വേജ്. പേടിയുള്ളവരും നമ്മൾ അടുത്തെന്നല്ലേ, നമ്മുടെ മുൻപിൽ ഒരാൾ വന്നിരുന്ന് പേടിയോടിരിക്കുന്നതിന്റെ, ഭയങ്കര ടെൻഷനോടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ദാണ്ട കൈയൊക്കെ ഇങ്ങനെ ആക്കിയിരിക്കത്തില്ലേ, അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അതാണ് ദാണ്ട് ഒരാൾ വർത്താനം പറയുമ്പോഴാണ് ഞൊട്ടയിടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്കൂടെ നഖം കടിക്കുന്ന, ആകെപ്പാടെ പ്രശ്നമാണെങ്കിൽ അത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തവരാണ്, ഐ കോണ്ടാക്ട് കുറവാണ്. ചിലരെന്തോ ചെയ്യും, കുഞ്ഞിരിക്കും നമ്മൾ പറയും കള്ളന്മാരാണ്. കള്ളന്മാരായിട്ടല്ല, അവർക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഫിയറാ, എന്തിനെ കുറിച്ച് ഫിയറാ, ഇനി ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെയുള്ള. പിന്നെ അതുപോലെയാണ് പ്രതികരണ സമയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം വരുമ്പോൾ ചിലരാണെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാലും അവർ അനങ്ങത്തേയില്ല. നമ്മളിപ്പോ ഒരു കാര്യം ചെന്ന് പറഞ്ഞു, ഒരു പ്രശ്നം വരുമ്പോൾ ചിലരാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർമാരുടെ ഇടയിലാണെങ്കിൽ ഒരു പ്രശ്നം തന്നെ വെച്ചു, ചിലരാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇന്ന കാര്യം സംഭവിച്ച് അപ്പൊ ഇത് മോശമായി പോയി, അല്ലെങ്കിൽ ടീച്ചറെ അതിങ്ങനെ ചെയ്തത് നന്നായില്ല എന്ന് പറയും. പക്ഷെ ചില ടീച്ചർമാരെന്തോ ചെയ്യും, അനങ്ങത്തെ
ഇല്ല. നല്ലതാണെങ്കിലും പറയത്തില്ല, ചീത്തയാണെങ്കിലും പറയത്തില്ല, അനങ്ങത്തില്ല. നമുക്ക് അവരോട് തന്നെ ദേഷ്യം വരും. എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചുകൂടായിരുന്നു. പക്ഷെ ചിലരാണെങ്കിൽ ആ ഒരു പ്രതികരണത്തിന്റെ ഒരു സമയമുണ്ട്. ചിലർ ചാടി വീണങ്ങ് പറയും ശരിയായില്ലെന്ന്. അതിനകത്ത് കൊണ്ട് എന്നാ ഒന്ന് ശരിയും തെറ്റും ഒന്ന് ആലോചിക്കുന്നതിന് മുമ്പേ അവരങ്ങ് പ്രതികരിച്ചിരിക്കും. ചിലർ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കും, ചിലർ പ്രതികരിക്കത്തില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വത്തെ അളക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് അവരുടെ നിരീക്ഷണം, ഒബ്സർവേഷൻ. രണ്ടാമത്തത് സംസാരം, അവരുടെ ആ രീതി, സംസാരത്തിന്റെ രീതി. അടുത്ത ബോഡി ലാംഗ്വേജ്, ശരീര ഭാഷ. അടുത്തത് ഐ കോണ്ടാക്ട്. മൂന്നാമത്തതാണ് പ്രതികരണ സമയം. ഇനി അടുത്തതാണ്, ഒന്നാമത്താണ് നമ്മൾ ഈ ഒബ്സർവേഷനിൽ തന്നെ വരുന്ന കാര്യങ്ങളിനകത്താണ് ഈ സംസാര രീതി, ബോഡി ലാംഗ്വേജ്, ഐക്കോൺ. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ മെത്തേഡ്. നമുക്ക് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ അടുത്തെയാണ് ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് വളരെ മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത് വരുന്ന ഒരാളോട് നമുക്ക് പല കാര്യങ്ങൾ തുറന്നു ചോദിക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒഴിവു സമയം എങ്ങനെ ചെലവഴിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ എന്തോ ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കായാലും നിങ്ങൾ എന്തോ ചെയ്യും, നിങ്ങളെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും എല്ലാവരും ടൂറിന് പോയി കഴിഞ്ഞു, അപ്പൊ നിങ്ങളെ ടൂറിനല്ല ഒരിടത്ത് വരെ പോയി, അന്നേരം പറഞ്ഞു മോനെ നിന്നെ മാത്രം കൊണ്ടുപോയില്ല എന്നൊക്കെ. അന്നേരം നീ എങ്ങനെ പ്രതികരിക്കുന്നു ഒക്കെ അവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പം അവരുടെ പേഴ്സണാലിറ്റി നമുക്ക്. ചില കുട്ടികൾ പറയും, ആ അച്ഛനും അമ്മയും പോയാൽ എന്താ കുഴപ്പം, അവരുടെ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ, എന്നെ കൊണ്ടുപോകാൻ ഇന്ന കാര്യമുണ്ടോ. ചിലരെന്തോ പറയുന്നേ, അച്ഛനും അമ്മയും ഇന്നിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ച് കൊടുക്കുന്നുണ്ട്, എന്നെ അവർ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എന്നോട് കള്ളം പറഞ്ഞിട്ടാണ് പോയത്. നമുക്ക് അവരിൽ ആ വ്യക്തിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ, ചിലർക്കാണെങ്കിൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലർക്ക് സ്ട്രെസ് വരുമ്പോഴത്തേക്ക് ദേഷ്യം വരും, ചിലർ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനായിട്ട് ശ്രമിക്കും, ചിലർക്ക് ഭയങ്കര സ്ട്രെസ് വന്നാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും, ചിലരാണെങ്കിൽ ഒരു വക കഴിക്കാതിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു സാഹചര്യത്തോടെ എങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തെയാണ് ബിഹേവിയർ പാറ്റേൺസ്. ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ പ്രധാന ഒരു ഘടകമാണ്. നമ്മുടെ പെരുമാറ്റം എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു പ്രശ്നത്തെ, ഒരു കോൺഫ്ലിക്റ്റ്, ഇപ്പൊ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കൂടി, ആ വഴക്കൂടിയ സമയത്ത് ആ കോൺഫ്ലിക്റ്റ്, ആ നടന്ന സമയത്തെ ആ ഒരു പ്രതികരണം, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാർ തമ്മിൽ വഴക്ക് കൂടുമ്പം ആ സമയത്തെ അവരുടെ ആ ഒരു പ്രതികരണം, അതായത് പ്രശ്നമുള്ള സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഒരാളുടെ ബിഹേവിയർ. പേഴ്സണാലിറ്റിയിലെ പ്രധാന ഘടകമാണ് ബിഹേവിയർ, പെരുമാറ്റം. അപ്പൊ ആ പ്രതികരണം എങ്ങനെയായിരുന്നു. പിന്നെ ആ ഫെയിലിയർ ആയി, ഇപ്പൊ ഒരു പ്രശ്നത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ല, നമ്മൾ വിചാരിച്ചു ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന രീതിയിൽ എനിക്ക് വിജയം കിട്ടും എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ അതിനകത്ത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അമ്പേ ഞാൻ പരാജയമായിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ ആ ഫെയിലിയർ കൈകാര്യം ചെയ്യുന്ന രീതി, ചിലരാണെങ്കിൽ ചെറിയ വിഷമങ്ങൾ പോലും വന്നാലും സഹിക്കാൻ പറ്റത്തില്ല, ചിലർ സൂയിസൈഡ് ചെയ്യും, ചിലർ വിചാരിക്കും ഇതൊന്നുമല്ല ജീവിതത്തിന്റെ അവസാന കാര്യം, ഒരു പരാജയം വന്നാൽ അതിനെ അവിടുന്ന് അതിജീവിച്ച് ജീവിക്കുന്നതല്ല ആദ്യത്തെ സ്റ്റെപ്പ്. ആ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ആ വിജയം. ചിലര് വീണെടുത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, എനിക്കൊന്നും പറ്റത്തില്ലേ, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ലേ, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ, ദൈവം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി തന്നത്, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും. ആ പ്രാർത്ഥനയൊക്കെ മാറ്റുന്ന കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി തെറ്റായത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ നടക്കാത്തത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറയാൻ വന്നേ. അപ്പൊ നമ്മുടെ ആ ഒരു പ്രതികരണം, ആ ഫെയിലിയർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ പരാജയത്തെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ സമയത്ത്, ആ വീണ സമയത്ത് നമ്മൾ എഴുന്നേക്കാനായിട്ട് കാണിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ പടി. അവിടെ തന്നെ നമ്മൾ വിജയിച്ചു. അല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുക, പലരും നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ അങ്ങ് പരാജയപ്പെട്ടിട്ട് പറയത്തില്ല എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. അന്നേരവും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സാരയില്ല. അപ്പൊ ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം, പലരും എന്ത് ചെയ്യും, പലഹാരം ഉണ്ടാക്കിയൊക്കെ വിറ്റ് ജീവിതം കരുപിടിപ്പിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര ഉന്നത നിലവാരത്തിൽ ഇരുന്നിട്ടും ഫിനാൻഷ്യലി ഭയങ്കര ബ്ലോക്ക് ആയി പോയി, എന്നാലും ജീവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പല
ജോലികൾ കഠിനാധ്വാനം ചെയ്ത് രക്ഷപ്പെടുന്ന ചില ഇതാണ് ഫെയിലുവർ കൈകാര്യം ചെയ്യുന്ന രീതി. ആ പരാജയത്തെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ബിഹേവിയർ പാറ്റേൺ. അടുത്തെയാണ് റിലേഷൻഷിപ്പിന്റെ സ്റ്റൈല്, ബന്ധങ്ങളെ കൊണ്ടുപോകുന്നത്. ചിലരൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ബന്ധങ്ങളെ അറുത്തു മുറിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട, ആ പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ അറുത്തു മുറിച്ച് കളയാനല്ല ശ്രമിക്കേണ്ടത്, അവരെയും കൂടെ ചേർത്ത് നിർത്താനായിട്ട്. ഒരാളുടെ പ്രയാസത്തിൽ നമ്മൾ താങ്ങാവാൻ കഴിയുന്നത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ കാര്യമാണ്. നമ്മളോട് പലരും പറയാറുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ലയോ എന്ന്. പക്ഷെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരങ്ങ് പക്ഷേ എന്താ ചെയ്യേണ്ടത്? താങ്ങി നിർത്താൻ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാനായിട്ട്. സഹായം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? വാക്കുകൊണ്ടുള്ള ആശ്വാസമെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ആശ്വാസമെങ്കിലും കൊടുക്കാനായിട്ട് കഴിയും. അടുത്തയാണ് സൈക്കോളജിക്കൽ. നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമില്ലേ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നില്ല. എന്നാലും സൈക്കോളജിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ട കാര്യമില്ല. സൈക്കോളജിക്കൽ ടെസ്റ്റ്, അതായത് ഒരു അഡ്വാൻസ്ഡ് ലെവൽ. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ, എൻ്റെ അടുത്തൊക്കെ കുട്ടികൾ വരുമ്പോൾ ഞാൻ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. പേഴ്സണൽ ഇൻവെന്ററീസ്. അപ്പൊ അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ആൻസർ ചെയ്തിട്ട് അതിന്റെ സ്കോർ ഷീറ്റ് തയ്യാറാക്കിയിട്ട് അവരുടെ, ഇപ്പൊ പല കുട്ടികളും വരുമ്പോൾ പേഴ്സണാലിറ്റിയുടെ തിയറിയുടെ ഒക്കെ അങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ സെൽഫ് റിപ്പോർട്ട്, അവരൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയറുകൾ കൊടുത്തിട്ട് അവരുടെ സ്വഭാവത്തെ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യും. അതിപ്പോ അതൊരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട്, ഇപ്പൊ നമ്മൾ ആ ഒരു പ്രൊഫഷണലിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ് അല്ലേ, നമ്മുടെ ക്രിസ്തീയതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഫാമിലി പ്രോബ്ലംസിനെ പരിഹരിക്കാനുള്ള ഒരു കൗൺസിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്ക് ഒരു കോൾ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ളതാണ്. അതായത് സ്ലോ ആയിരിക്കും, സ്ലോ ആവുകയാണെങ്കിൽ നന്നായിരിക്കും. സ്പീഡാ. ഓക്കെ. അപ്പൊ ഇന്നെ കുറച്ചുകൂടെ ഇനി പറഞ്ഞത് എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മതി, ഞാൻ പറയാം. അപ്പൊ ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? ഏത് ഭാഗം പറയണ്ടേ? എനിക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ കുറച്ചുകൂടെ പ്ലസ് ടുവിലും അല്ലാതെയൊക്കെയുള്ള കുട്ടികളുടെ അടുത്ത് പറയുന്ന, പെട്ടെന്ന് അവരോട് പറയുമ്പോൾ അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പോകുമല്ലോ. അപ്പൊ പ്രായമാകുമ്പോൾ നമുക്കിടെ ഗ്രാസ്പിംഗ് പവർ കുറയും. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇനി വളരെ സ്ലോ ആയിട്ട്, പക്ഷെ ഞാൻ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ വ്യക്തിത്വത്തിന്റെ കാര്യം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം. അത് ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതിയാണ് ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷനിൽ തന്നെ ഉള്ളതാണ് സംസാര രീതി. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നോട്ട് തരാം. സംസാര രീതി, പിന്നെ അടുത്ത ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, നമ്മളും ഒരു വ്യക്തിയുമായിട്ടുള്ള നോട്ടം, പിന്നെ അടുത്ത പ്രതികരണത്തിന്റെ സമയം. അതാണ് ഒന്നാമത്തേനായിട്ട് വരുന്ന ഒബ്സർവേഷൻ. ഇനി രണ്ടാമത് നമ്മൾ എങ്ങനെ ഒരാളുടെ വ്യക്തിത്വം തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ, നമുക്ക് അവരുമായിട്ട് ഇന്റർവ്യൂ, അതായത് നമുക്ക് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അത് നമ്മുടെ കൗൺസിലിങ്ങിന് അതിന്റെ പ്രോസസ്സിൽ നമുക്കറിയാം. നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങള് ഭാര്യ ഭർത്താവും കൂടെ തമ്മിലായിരിക്കും വഴക്കൂടി, നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കാം, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി, നിങ്ങൾ ഇത്രയും വർഷം കൊണ്ട് ജീവിച്ചപ്പോഴൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ ചോദിക്കാം. അതിനകത്തു നിന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് അതിന്റെ ആഴത്തിലോട്ട് പോയി കുറെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തുകൊണ്ടൊക്കെ ചോദിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് ഏതൊരു പ്രശ്നത്തിലും നമ്മൾ വിചാരിക്കാൻ ലാസ്റ്റ് ആണ് പ്രശ്നം കൊണ്ടാണ് പ്രശ്നം വഷളായതെന്ന്. അല്ല, നമ്മുടെ കൗൺസിലിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രശ്നത്തിന്റെ വഷളാവുന്നതിന്റെ കാര്യം അതിനൊരു റൂട്ട് കോസ് കാണും. അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ ഉള്ളൊരു കാര്യമായിരിക്കാം. ആ ഒരു വാക്കിലോ ആ ഒരു പ്രവൃത്തിയിലോ തുടങ്ങിയിട്ടായിരിക്കും ഈ വിഷയം വഷളായി വന്നിട്ടാണ് നമ്മുടെ മുൻപിലോട്ട് വരുന്നത്. അല്ലാതെ ഇന്നലെ വഴക്കൂടിയിട്ടായി ഒരു കേസിലായിരിക്കത്തില്ല ഒരാൾ കൗൺസിലിങ്ങിന് വരുന്നത്. ഒരാളുടെ മൈൻഡ് വൂണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുപ്പത്തിലേ സംഭവിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഒരാളുടെ വായിൽ നിന്ന് കിട്ടിയ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരാളെ മുറിവേൽപ്പിച്ചത്.
ഇങ്ങനെയുള്ള കാര്യം മനസ്സിൽ ദിവസങ്ങളായിട്ടിട്ട് നീറി 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 നമുക്ക് തന്നെ അറിയത്തില്ല. ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പുരുഷന്മാര് നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് അവരങ്ങ് മറന്നുപോകും, അവരത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല. പക്ഷെ സ്ത്രീകളായ നമ്മൾ എന്താ ചെയ്യുന്നേ? എന്നാ വഴക്ക് പറഞ്ഞത്, നിന്ന ദിവസം നമ്മൾ രണ്ടുപേരുടെ കോട്ടയത്തോട്ട് പോകാൻ വണ്ടി കയറാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഇന്ന കാര്യം ഇവിടെ വെച്ച് ഇന്ന കാര്യം പറഞ്ഞില്ലേ? അപ്പം പുരുഷന്മാരെന്തായിരിക്കും പറയുന്നത്? നമ്മളന്ന് കോട്ടയത്ത് പോയായിരുന്നോ? അങ്ങനെയായിരിക്കാം നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ദേഷ്യം വരും. നമ്മൾ കൃത്യമായിട്ട്, അതായത് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ, അതിന് പുരുഷന്മാർ പറയുന്നൊരു കാര്യം, ആവശ്യമുള്ളതെന്ന് അവർ ഓർത്തു വെക്കത്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തു വെച്ചേക്കുമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ കൃത്യം, അതായത് പറയുന്നത് ഈ കൗൺസിലിങ്ങിനായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ചെറിയ അന്നേരം ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കത്തില്ല നമ്മുടെ മുൻപിൽ വരുന്ന പഴയ ഒരു കാര്യത്തിന്റെ ഒരംശം മനസ്സിൽ പിന്നെ പിന്നെ എപ്പോഴും എന്താ ചെയ്യും, ഭാര്യയുടെ മനസ്സിൽ ഈ ഒരു കൂണ്ട് കിടക്കും, അല്ലെങ്കിൽ എന്നോട് പ്രതികരിച്ചില്ല. ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, ഒരു തമാശ പറയാം. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരുപാട് തുണി കഴുകിയിട്ട് ചെന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് പറയോ, എനിക്ക് ഒരുപാട് തുണി കഴുകാനുണ്ടായിരുന്നു, മടുത്ത്, എന്തൊരു ജോലിയായിരുന്നു എന്ന് പറയും. അപ്പൊ ഹസ്ബൻഡ് പറയാ, എന്നാ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചങ്ങ് തരാം. പക്ഷെ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ച് തരാൻ വേണ്ടിയാണോ ഹസ്ബൻഡിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചത്? തുണി വേണോ, അല്ലല്ല, ഒരുപാട് തുണി കഴിയെന്ന് പറഞ്ഞ വാഷിംഗ് മെഷീന് വേണ്ടിയാണോ? ഉറക്കെ പറയാം, വാഷിംഗ് മെഷീന് വേണ്ടിയാണോ നമ്മൾ പോയി പറഞ്ഞത്? ഹസ്ബൻഡിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്. അതെ, ഹസ്ബൻഡിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി. അന്നേരം ഹസ്ബൻഡ് പറയുന്നയാ, സാരമില്ലടി, നീ ഒത്തിരി തുണി കഴിയോ? കുഴപ്പമില്ല. ഇനി നീ അത്രയും തുണി കഴിയെങ്കിൽ നിനക്ക് ഭയങ്കര ജോലി ഭാരമായിരുന്നല്ലേ? സാരമില്ലടി, പോട്ടെ, നാളെ ആണെങ്കിൽ ഞാനും കൂടെ നിന്നെ സഹായിക്കാം. അപ്പൊ നമ്മൾ പറയും, വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഇനി അച്ചായന്റെ എന്തെങ്കിലും തുണി കഴിവുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങ് തന്നാ മതി, ഞാൻ കഴുകിക്കോളാന്ന് നമ്മൾ പറയും. അതേസമയം ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, പിന്നെ ഇങ്ങനെക്കാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാൻ പോലും നേരമല്ല, ഞാൻ കൈ ഇത്രയും എന്റെ തേഞ്ഞു ഇത്രയായിട്ട് തുണി കഴിക്കുന്നിട്ട്, പിന്നെ ഇതാ ഒരു സ്നേഹവും ഇല്ല. പക്ഷെ നമ്മൾ അന്നേരം അവിടെ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാണ്? നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ആ ഒരു സ്നേഹമാണ് നമ്മളവിടെ ആഗ്രഹിക്കുന്നത്. ഇതുപോലാണ് കൗൺസിലിങ്ങിന് പല കേസുകളിലും സംഭവിച്ചു പോകുന്നത്. ഈ അവസാന നിമിഷത്തിൽ അടിയായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ലാസ്റ്റ് നിമിഷത്തെ പ്രശ്നമാണെന്ന്. അതല്ല, തുടക്കം മുതലേ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ ഒരു പ്രശ്നം മൂലമായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രതികരണത്തിന്റെ സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അടുത്ത ഇന്റർവ്യൂ മെത്തേഡ് ഞാൻ പറഞ്ഞാൽ തുറന്ന ചോദ്യങ്ങൾ, അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സ്ട്രെസ് വന്നാൽ എന്ത് ചെയ്യും, അതും ഇന്റർവ്യൂ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യം. ചിലരുടെ സ്ട്രെസ്സുകളെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. ആ സ്ട്രെസ്സാണ് എന്തുമായിട്ട് മാറുന്നത്? ഡിപ്രഷനായിട്ട് മാറുന്നത്. ആരോടും പറയാതെ ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം ഇവർക്ക് ഈ സങ്കടം എല്ലാം സഹിക്കാൻ വയ്യാതെ ഇവരെന്തോ ചെയ്യും, ഒറ്റയ്ക്കിരുന്ന് കരയാനായിട്ട് ശ്രമിക്കും. ഡിപ്രഷന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും കളിയാക്കി പറയുന്നത് ഭ്രാന്തായി മാറുന്നത്. അതുകൊണ്ട് ഡിപ്രഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് തമാശക്കാലും പണ്ടൊന്നും നമ്മളൊന്നും അങ്ങനെ വർത്താനം പറയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ പറയത്തില്ല, ഡിപ്രഷൻ മൂടാ, പിള്ളേർ സ്റ്റാറ്റസ് വരെ കിട്ടുകളയും. ഇപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇൻസ്റ്റാഗ്രാമിന്, വാട്സാപ്പ്, ഫേസ്ബുക്ക് പിള്ളേർ ഉപയോഗിക്കുന്നില്ല, അത് വല്യപ്പന്മാരും ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്ക് എന്നാണ് പറയുന്നത്. അവർക്ക് ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒരു സ്റ്റാറ്റസ് ഇട്ട്, അവർക്ക് സ്നാപ്ചാറ്റ് ഒക്കെ ഉണ്ട്, അതിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറയുന്നത് ഫീലിംഗ് ഡിപ്രസ്ഡ്, ഇങ്ങനെയൊക്കെയാണ് കിട്ടുകളെ. എന്തോ ഈ ഡിപ്രഷൻ എന്ന് പോലും അവര് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ തമാശക്കിടാൻ പറ്റുന്ന ഒരു വാക്കല്ല ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സ്ട്രെസ് ഒക്കെ വന്ന് സഹിക്കാൻ പറ്റാത്ത അറ്റം. ഈ ഡിപ്രഷൻ ചിലപ്പം നമുക്ക് വരുന്ന ഒരു ഡിപ്രഷൻ നമ്മുടെ കൂടെയുള്ള വ്യക്തി പോലും നമ്മുടെ ഡിപ്രഷൻ ചിലപ്പം തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വരുന്ന ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. ഈ കൗൺസിലിംഗ് പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്ന ഏറ്റവും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരെ സുഖപ്പെടുന്നതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് സൗഖ്യം കിട്ടും. അത് വളരെ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഈ സൈക്കോളജി പഠിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ധൈര്യമാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ നേടിയെടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കൗൺസിലിംഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളെ സുഖപ്പെടുന്നതിനേക്കാളൊക്കെ അപ്പുറം കൗൺസിലിംഗ് കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിൽ തന്നെ മാറ്റം ഉണ്ടാവും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ ഇന്നലെ വരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ പെരുമാറിയ രീതിയിലായിരിക്കത്തില്ല നമ്മൾ നാളെ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കാനായിട്ട് ശ്രമിക്കും, ഇങ്ങനെ ചെയ്യുന്നത്
ശരിയല്ലല്ലോ, എന്റെ തിങ്കിങ് പാറ്റേൺ തെറ്റാണല്ലോ, ഞാൻ ആലോചിച്ചത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ സ്ട്രെസ് വന്നാൽ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് അല്ലാതെ പറയാൻ, സ്ട്രെസ് വന്നാൽ ഇപ്പൊ സ്ട്രെസ്സിന്റെ കാര്യമല്ല, പെട്ടെന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവുക, അടുക്കളയിൽ പോയി ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ച് പാട്ട് കേടുക. കൊച്ചു കുട്ടികളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വീടിന് ചുറ്റും 2 വട്ടം ഓടിയിട്ട് വരാൻ പറയും. കൊച്ചു പിള്ളേരാണെങ്കിൽ ഒരു കാര്യം പറയും, നീ 5 വട്ടം ഒന്ന് ഉറക്കി അങ്ങ് കൂവിയാ മതി എന്ന് പറയും. നമ്മൾ കൂവിയ ആൾക്കാർ പറയും നമുക്ക് വട്ടാണ്, പിള്ളേർ കൂവിയ അത്രയും പറയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നും ഇല്ലെങ്കിൽ അടുക്കളയിൽ പോയി നാരങ്ങ വെള്ളം പിഴിഞ്ഞു കുടിക്കുക. നാരങ്ങ വെള്ളം പിഴിഞ്ഞു കുടിക്കുന്നതിനകത്തൊരു കാര്യപ്പോഴത്തേക്ക് സ്ട്രെസ്സും കുറയും, ദേഷ്യവും കുറയും. ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോഴല്ലേ നമുക്ക് സ്ട്രെസ് കൂടുന്നേ. നമ്മൾ നാരങ്ങ എടുക്കാൻ ഇച്ചിരി സമയം, തണുത്ത വെള്ളം എടുക്കാൻ ഇച്ചിരി സമയം, ഐസ് ഇടാൻ ഇച്ചിരി സമയം, പഞ്ചസാര എടുത്ത് കലക്കാൻ, ഇതെല്ലാം ഇട്ട് കലക്കി നല്ല നാരങ്ങ വെള്ളം കിട്ടി വരുമ്പോഴത്തേക്കില്ല സ്ട്രെസ് അങ്ങ് മറന്നു പോകത്തില്ലയോ. പിന്നെ നാരങ്ങ വെള്ളത്തിന്റെ സുഖത്തിനകത്ത് ആ സ്ട്രെസ്സിനെ അങ്ങ് വിട്ടുപോകാനായിട്ട് ശ്രമിക്കും. ഞാൻ ആൺപിള്ളേരോട് പറയുന്ന ഒരു കാര്യം, നീയൊക്കെ ഓടിപ്പോയി അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ട എടുത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അങ്ങ് കഴിക്കണം. അപ്പോഴത്തേക്ക് ഓംലെറ്റും കിട്ടി, നിങ്ങളുടെ സ്ട്രെസ്സും പോയി. അപ്പൊ നമ്മളും ഇതുപോലെ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് കുറെ എക്സസൈസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ തിയറി ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളുടെ അവസാന ക്ലാസ്സിൽ എക്സസൈസ് ഒക്കെ പഠിപ്പിച്ചു തരാം. നേരിട്ടുള്ള ക്ലാസ് ആയിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ ഇപ്പം ഞാൻ അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കെല്ലാം ഓൺലൈനിൽ കൂടെ എല്ലാ ക്ലാസ് നടക്കത്തുള്ളൂ. അടുത്തയാണ് ബിഹേവിയർ പാറ്റേൺസ്, നമ്മുടെ സ്വഭാവത്തിലുള്ള രീതികൾ. ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ ഗ്ലാസ് പൊട്ടിയതിന്റെ കാര്യം ഉദാഹരണം പറഞ്ഞല്ലോ. മുൻപേ എഴുതിയതാ, ഞാൻ ഒന്നുകൂടെ അവിടെ സ്പീഡ് കൂടിയെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാണ്. ഗ്ലാസ് പൊട്ടിയ സമയത്തെ പ്രതികരണം, അത് നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് പലരുടെയും വ്യത്യസ്ത പ്രതികരണങ്ങളെ കുറിച്ച്. ഞാൻ ഈ ഫോൺ ഒന്ന് എടുത്തോട്ടെ, എന്നെ കുറച്ച് നേരം കൊണ്ട് ഇത് വിളിക്കണം, എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ വരെയാണ് പഠിച്ച്. പിന്നെ ഫെയിലിയർ കൈകാര്യം ചെയ്യുന്ന രീതി. ഒരു പരാജയം സംഭവിക്കുമ്പോൾ എന്നിനെ കൊണ്ട് ഇനി ഒന്നിനും കഴിവില്ലേ, ഞാൻ വളരെ മോശമാണ്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയെ ഞാൻ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ആ ഫെയിലിയറിനെ നമുക്ക് വിജയമാക്കി, എല്ലാവർക്കും പെട്ടെന്ന് വിജയമാക്കി തീർക്കാനൊന്നും പറ്റത്തില്ല. അത് ഓരോരുത്തരുടെയും മനോധൈര്യം അനുസരിച്ചിരിക്കും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, കൗൺസിലിംഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മനോധൈര്യം ഉള്ളവരായിട്ട് നമ്മൾ മാറും. ഏത് പ്രശ്നത്തെയും നേരിടാൻ ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കുള്ള ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടും. ആ ആത്മധൈര്യം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ ഈ കൗൺസിലിംഗ് നടത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ആദ്യമേ പറയുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരാൾ വരിക, അവര് വളരെ സങ്കടമുള്ള കാര്യമാണ് നമ്മളോട് പറയുന്നത്, അവര് കരഞ്ഞിരുന്ന് പറയുക. പക്ഷെ നമ്മളും അവരുടെ കൂടെ ഇരുന്ന് അങ്ങ് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും ഇല്ലേ? അവരുടെ സങ്കടം എല്ലാം കേട്ടിട്ട്, അയ്യോ കഷ്ടം, ഇപ്പൊ ഇങ്ങനെയായിരുന്നു, അത് വളരെ മോശമായി പോയി കേട്ടോ, എനിക്ക് തന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് കരഞ്ഞു കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മുടെ കൗൺസിലിംഗ് റെഡിയാവൂ? എനിക്ക് ഈ പണ്ട് സമയത്ത് ഈ അസുഖം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കരയത്തില്ല, ഞാൻ അവരുടെ ഇരുന്ന് കരയോന്നല്ല, അവരുടെ ഒരു പ്രശ്നം കേട്ട് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു, എന്റെ മനസ്സിൽ ഈ പ്രശ്നം കിടന്ന് ഞാൻ എന്തോ ചെയ്യുന്നു, എനിക്കങ്ങ് വിഷമമായി. ഈ പ്രശ്നമെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മിടുക്കിയായി പോയി. ഇപ്പൊ എനിക്ക് ഈ ചെവിയുടെ കേട്ടിട്ട് ഞാൻ ഈ പ്രശ്നത്തെ അപ്പുറത്തെ ചെവി കൂടെ അങ്ങ് വിട്ടും. അതായത് നമ്മൾ എക്സ്പെർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് കൗൺസിലിങ്ങിന്റെ അവരുടെ പ്രശ്നത്തെ ഞാൻ ഇനിയിപ്പോ ആലോചിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാര്യം, നമുക്ക് മാനസികമായിട്ട് അസുഖം വരും. പിന്നെ നമുക്ക് ഭ്രാന്താകുമെന്നല്ല ഈ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് ടെൻഷൻ ഉണ്ടാകും, നമുക്ക് തലവേദന ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ ഇട്ടെന്തോ ചെയ്യും, നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ഇനി അതുപോലെ കൗൺസിലിങ്ങിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. ഒരിക്കലും കൗൺസിലിങ്ങിൽ നമ്മൾ അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അവരെ ഗൈഡ് ചെയ്യാവൂ.
ഒരു പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? മോനെ ഇന്ന കാര്യമാണെങ്കിൽ നീ ഇന്ന ഒരു കൊച്ചു പഠിക്കാനായിട്ട് അടുത്ത കോഴ്സിന് ചേരുന്നതിന് വീട്ടിൽ ഭയങ്കര വഴക്കെന്ന് വെച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഈ കോഴ്സിന് ചേരാൻ, പപ്പ പറഞ്ഞു വേറെ കോഴ്സിന് ചേരാൻ. അപ്പൊ നമ്മൾ പറയും നീ ഈ കോഴ്സ് ഒന്നും ചേരണ്ട, നീ ഞാൻ പറയുന്ന കോഴ്സ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനെ അങ്ങനെ വിടുകയല്ല ചെയ്യണ്ടേ. നീ ആലോചിക്കണം, നിനക്ക് ഏതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്, നിനക്ക് പഠിക്കാൻ പറ്റുന്നത് ഏതാണ്, നിനക്ക് ഈ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനകം ജോലി കിട്ടുന്നത് ഏതാണ്, കുറച്ച് വർഷം പഠിച്ചാൽ ജോലി കിട്ടുന്നത് ഏതാണ്. അതായത് ഒരു 11 വർഷം, ഇപ്പൊ നമ്മളെല്ലാരും ഡോക്ടർ ആവാനൊക്കെ ഓടിച്ചാടി പോകും. ഡോക്ടർ ആവാൻ പഠിക്കണോ, ഒരു നല്ല ഡോക്ടർ ആയിട്ട് വരണമെങ്കിൽ, അതായത് MBBS MD DM ഒക്കെ പഠിച്ചിറങ്ങണമെങ്കിൽ 11 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലേ ഒരു ഡോക്ടർ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ പിള്ളേരോട് പറഞ്ഞിട്ട് നിനക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ എന്തോ ചെയ്യണം, നീ ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്ത് നല്ല വരുമാനമുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പൊ നീ അങ്ങനെ ചെയ്തിട്ട് നിനക്ക് കാശുണ്ടാക്കാനാണെങ്കിൽ നീ അങ്ങനെ പോവുക. കഷ്ടപ്പെട്ട് പഠിച്ച് 11 വർഷം കഴിഞ്ഞിട്ട് നീ ഫേമായിട്ട് വരാനാണെങ്കിൽ ഇങ്ങനെ പോകും. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ വഴി കാട്ടുകയേ ചെയ്യാവൂ. അല്ലാതെ ഒരു പ്രശ്നത്തിന് നമ്മൾ നീ ഇങ്ങനെ തന്നെ ചെയ്യാവൂ എന്നുള്ളൊരു സൊല്യൂഷൻ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കരുത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കത്തില്ല. കൗൺസിലിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൈഡ് ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു കൗൺസിലറിനെ വിളിച്ചുകൊണ്ടിരിക്കത്തില്ലേ. എനിക്ക് പണ്ട് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ഭാര്യ ഭർത്താവും കൂടെ വഴക്ക് കൂടും. ഞാൻ അവസാനം പിന്നെ ഫോൺ എടുക്കാതായി. ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് കൂടിയിട്ട് രാത്രിയിലെ എന്നും ഈ സ്ത്രീ ആണെങ്കിൽ എന്നെ അങ്ങ് ഫോൺ വിളിക്കും രാത്രി 11 മണി കഴിയുമ്പോൾ. അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ വേണ്ടി ഉടനെ എന്നെ ഫോൺ വിളിച്ചേക്കും. അവസാനം ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ പറ്റില്ല. അവസാനം അവരിവിടെ എന്നെ കണക്ട് ചെയ്ത ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറിന്റെ അടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇതിങ്ങനാണെങ്കിൽ പ്രശ്നം ശരിയാവത്തില്ല, ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് എപ്പോഴും ഞാൻ പരിഹാരം കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒന്നീ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോവുക. അല്ലാതെ ഭർത്താവ് എങ്ങോട്ട് പോകുന്നെന്നും പറഞ്ഞ് ഭാര്യ അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് വഴക്ക്. വൈകിട്ട് അവര് വരുമ്പോ മൊബൈലിനകത്തോട്ട് നോക്കിട്ടാ മാഡം ഇന്ന് ഇങ്ങനൊരു പ്രശ്നമാണ് കണ്ടത്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ എന്നെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവുന്ന കാര്യങ്ങളിലുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൗൺസിലിങ്ങിന്റെ ബേസിക് സ്റ്റെപ്പാണ്. നമ്മൾ ആരോടും അവർക്കുള്ള സൊല്യൂഷൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കൊടുക്കുക എന്നല്ല, അതിന് ഗൈഡ് ചെയ്യുക. നീ ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും, നീ വഴി തിരഞ്ഞെടുത്താൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അവരെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പിന്നെ കൗൺസിലിങ്ങിന്റെ ബേസിക് വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നോ, കോൺഫിഡൻഷ്യാലിറ്റി. കിറ്റോ സാറ്, അതായത് നമ്മൾ കൗൺസിലിങ്ങിന്റെ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ള. ഇനി ആര് വന്ന് ചോദിച്ചാലും നമ്മുടെ അടുത്ത് ഒരാൾ കൗൺസിലിങ്ങിന് വന്നതിന്റെ കാര്യം നമ്മൾ പറയാനായിട്ട് ശ്രമിക്കരുത്. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രശ്നം പരിഹരിക്കേണ്ട ചില കേസുകളുണ്ടല്ലോ, അത് ഞാൻ ലാസ്റ്റ് പറയാം അതിനെക്കുറിച്ച്. ഇപ്പം ഞാൻ ഇന്നത്തെ പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞു തീർന്നിട്ട് ഞാൻ കോൺഫിഡൻഷ്യാലിറ്റിയിലേക്ക് വരാം. ബിഹേവിയർ പാറ്റേൺസ് വരെ പറഞ്ഞു. പിന്നെ അടുത്ത സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ആവശ്യം നിങ്ങളെ സംബന്ധിച്ചില്ല, നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഇച്ചിരൂടെ PG ലെവലൊക്കെ ഉള്ള കോഴ്സിനകത്താണ് കൗൺസിലിങ്ങിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അടുത്തെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു തെറാപ്പി വഴിയൊക്കെ നമുക്ക് അവയർനെസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പ്രൊഫഷണൽ ട്രെയിനിങ് ഇല്ല, ഒന്നും ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഒരു ഡിസ്കഷൻ ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി എന്ന് വെച്ചോ, അവൻ ക്ലാസ്സിൽ മിണ്ടാതെ ഇരിക്കുക. പക്ഷെ എന്താ ചെയ്യുന്നു, അവൻ നന്നായിട്ട് ഡയറി എഴുതും. ക്ലാസ്സിൽ മിണ്ടത്തില്ല, പക്ഷെ അവൻ ഡയറി റൈറ്റിങ്ങിൽ അവന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നതിൽ അവൻ മികച്ചതാണ്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അവൻ ഇൻട്രോവർട്ട് ആണോ, അവന് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അവൻ ക്ലാസ്സിൽ മിണ്ടാതെ ആയിരിക്കുന്നത്, പക്ഷെ എന്തോ ചെയ്യുന്നുണ്ട്, അവന്റെ കാര്യങ്ങളെല്ലാം എന്തോ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അവന്റെ സ്വഭാവം ഏതാണ്? ഇൻട്രോവേർട്ട് ആണ്. അതായത് അവൻ ആരോടും മിണ്ടുന്നൊന്നും ഇല്ല എങ്കിലും അവൻ ഡയറി എഴുതി വെച്ച് അവന്റെ കാര്യങ്ങളിലെല്ലാം അവൻ ആസ്വദിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, അവൻ ഇൻട്രോവേർട്ട് ആണ്, ആരോടും മിണ്ടുന്നില്ല എന്ന്. പക്ഷെ അവൻ സന്തോഷിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ ഒരു ചോദ്യം ചോദിക്കാം. അവൻ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ? അവന് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. അവൻ ആൾക്കാരോട്, സമൂഹത്തോട് പെട്ടെന്ന് മിണ്ടാനും അതിനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അവന്
ഉണ്ട്. സോഷ്യൽ ഉണ്ട്. ആങ്സൈറ്റി ഉണ്ട്, ഒരു ആകാംക്ഷയുണ്ട്. പക്ഷെ മറ്റേവർക്കാണെങ്കിൽ ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർ ആ ബുക്കിനകത്ത് എഴുതി വെക്കുന്നത്. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എഴുതത്തില്ല, ചാടി വീണ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വീട്ടിൽ വന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കും. പിന്നെ ഈ പറയാൻ പറ്റാത്തവരും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തില്ല എന്നുള്ള തോന്നലുള്ളവരുമാണ് ആ ഒരു ഡയറി എഴുതുന്നവരെല്ലാം ഇൻട്രോവേർട്ട് ആണെന്നല്ല ഈ പറയുന്നത്. അവൻ ക്ലാസ്സിൽ മിണ്ടുന്നില്ല, പക്ഷെ അവൻ ഡയറി എഴുതുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിൽ മിണ്ടുകയും ഡയറി എഴുതുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം ആ ഡയറി എഴുതുന്നതിനെ ഇൻട്രോവേർട്ട് എന്ന് പറയാനില്ല, അവന്റെ മറ്റൊരു സ്വഭാവം ഇങ്ങനെയും ഇതായതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നമുക്കൊരു കാര്യം എന്താണ് മനസ്സിലായത്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട് പേഴ്സണാലിറ്റിക്കകത്ത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു 7 തലമുറ വരെ നമ്മുടെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെയും ഒക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മാറ്റാനൊക്കെ പറ്റും, എന്നാലും അതിനകത്ത് എന്തുകൊണ്ട് അതൊരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരുകയൊക്കെ ചെയ്യാം, പേഴ്സണാലിറ്റി വളരാം. പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യും? റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് അതിനെ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയത്തില്ലേ റിഫൈൻഡ് ഓയിൽ ആയിരുന്നു, പിന്നെ ഉപ്പിനെ നമ്മൾ പറയത്തില്ലേ അയോഡൈസ്ഡ് സാൾട്ട് ആണെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ കുഴപ്പമുള്ള ഭാഗത്തെ കണ്ടുപിടിച്ച് നമുക്ക് തിരുത്താനായിട്ട് നമുക്ക് പറ്റും. പലപ്പോഴും പറയത്തില്ലേ അയാള് നന്നാവാനൊന്നും പറയുന്നില്ല, അവരുടെ വീട്ടിലെ സ്വഭാവം ഇതൊക്കെ തന്നെ, ഇതുകൊണ്ട് കണ്ടു വളർന്നോണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ സ്ഥിരമായൊരു സ്വഭാവത്തെ നമുക്ക് റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തെറാപ്പി വഴികൾ നമുക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും. പല പല തെറാപ്പികളുണ്ട്. അതായത് കൊഗ്നിറ്റീവ്, അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള തെറാപ്പി കൊടുക്കാം, ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം, പിന്നെ EFT എന്ന് പറയുന്നത് സൊല്യൂഷൻ, അതായത് ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറയും. ചിലർക്ക് ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതൊക്കെ EFT ഒക്കെ ഇപ്പം വളരെ സോഷ്യലിയിലെ ഇപ്പൊ ഈ ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ ഈ ഒരുപാട് മോട്ടിവേഷൻ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമ്മൾക്കൊക്കെ പറയത്തില്ല EFT തെറാപ്പി ഇത്ര ദിവസം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫീസൊക്കെ മേടിച്ച് കുറെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് EFT. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി നിയന്ത്രിച്ച് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പോകാമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മളെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതാണ്. കൂടുതലും നമ്മൾ എല്ലാവരുടെ ചെയ്യുന്നത് ഈ ബിഹേവിയറൽ തെറാപ്പിയാണ്. പെരുമാറ്റങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ മനസ്സിലാക്കിയാണ്. ഇനിയിപ്പം നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ ഈ നല്ല കൗൺസിലേഴ്സ് ആക്കി മാറ്റാനല്ലേ ഡിപ്ലോമ കോഴ്സിന് നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല കൗൺസിലർ ആക്കാൻ എന്തോ ചെയ്യണം? ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ എല്ലാവരുടെയും വ്യക്തിത്വം പഠിക്കാനായിട്ട് ശ്രമിച്ച് നീ നല്ല കൗൺസിലർ ആവണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ മനസ്സിലാക്കണം. അതെ, നമ്മളെ മനസ്സിലാക്കിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തം വ്യക്തിത്വം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് തന്നെ നമ്മൾ ആലോചിക്കണം, ഞാൻ ഏത് ടൈപ്പ് ആയിരുന്നു എന്ന്. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ചെറുപ്പത്തിലെ സ്വഭാവത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ? നമ്മൾ റിഫൈൻ ചെയ്തില്ലേ? ചില സാഹചര്യങ്ങളിൽ പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ ഞങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലടത്ത് നമ്മൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, ചിലർ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആ ഭവനത്തിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ എന്തോയി മാറിയിട്ടുണ്ട്? ഇൻട്രോവേർട്ട് ആയിട്ടുണ്ട്. ചിലർ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ട്. എന്നാ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോട്ട്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻസ്, ഇതാണ് നമ്മുടെ ഡിറ്റർമിനിങ് പേഴ്സണാലിറ്റി. അത് പേഴ്സണാലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന, തീരുമാനിക്കുന്ന 3 ഫീച്ചേഴ്സ്, 3 ഗുണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. തോട്ട്സ്, ഫീലിങ്സ്, അതോ മലയാളത്തിൽ പറയാം ചിന്തകള്, ഫീലിങ്സ് വികാരങ്ങള്, പിന്നെ നമ്മുടെ പ്രവർത്തികൾ. തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ് ഡിറ്റർമിനിങ് പേഴ്സണാലിറ്റി. ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അകത്താണെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മള് ചിലരുടെ അത് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ ബോഡി ഡിറ്റർമിൻ ചെയ്യും. നമ്മുടെ ചിലരുടെ ആണെങ്കിൽ എന്തോ ചെയ്യുന്നത്, നല്ല നമ്മൾ തന്നെ പറയത്തില്ലയോ അയാളെ കണ്ടാൽ ഭയങ്കര ഗെറ്റപ്പാണ്, അവരുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം നല്ല, നമ്മൾ സാധാരണ പറയുന്നൊരു ഇതാണ്, അവരുടെ ബോഡി കണ്ടാൽ തന്നെ അറിയാം അവര് നല്ല പേഴ്സണാലിറ്റി ആണ്. അതൊക്കെ ചില ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. എല്ലാം അതിനകത്തുണ്ടെന്നല്ല. ചിലത് ഭയങ്കര നെഞ്ചുവിരുത്ത് ഭയങ്കര സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ലേ, ഒന്നിനെയും പേടിയില്ല, അതോ കൂസാതൊക്കെ നിൽക്കത്തില്ലേ. പക്ഷെ ചിലർക്ക് എന്തിനോ ചെയ്യും,
പേടിച്ചായിരിക്കും നിൽക്കുന്നത്. അവരുടെ ഈ ഇവിടം വിടർത്തി പോലും അവർക്ക് നിൽക്കാനായിട്ട് അല്ല, നൂന്ന് നിൽക്കാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ഒരു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ കസേരയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കസേര എന്തിനു വേണ്ടിയുള്ളതാണ് നമുക്ക് തരുന്നത്? നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ കസേരയിൽ ചിലരെന്തോ ചെയ്യും, മൊത്തത്തിൽ ഇരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ കസേരയുടെ അറ്റത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് ആ തന്നിരിക്കുന്ന കസേര നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അവിടെ ഫുള്ളായിട്ട് ഇരിക്കാനാണ് നമ്മളെ അവിടെ അതിനാണ് ആ കസേര അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ആ കസേരയിൽ ഫുള്ളായിട്ട് ഒക്കുപ്പ് ചെയ്തിരിക്കാനായിട്ട്. അപ്പൊ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പ് തോന്നും. അതേസമയം നമ്മൾ പേടിച്ച് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുതല. ഇനി അതാ നിങ്ങളുടെ വേറൊരു കാര്യം, നമ്മൾ ഒരാളടുത്ത് പൈസ കടം ചോദിച്ചു നോക്കണം. കടം ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് ഇച്ചിരി പൈസ, എനിക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്, ഞാൻ അടുത്ത ആഴ്ച പൈസ തരാം, നിങ്ങൾ ഇച്ചിരി പൈസ തരുമോ, തരാൻ പറ്റുമോ, ഇങ്ങനെ ചോദിച്ചാൽ അവർ ഒരിക്കലും നമുക്ക് പൈസ തരത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം തരുമോ, തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർക്കറിയാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് അടുത്ത ഒരു കാര്യത്തിന് ഒരു ഇച്ചിരി പൈസ വേണം, എനിക്ക് കുറച്ച് പൈസ തരണം കേട്ടോ, ഞാൻ ഇന്ന ദിവസം കഴിയുമ്പോൾ തരാം, പൈസ തരണം കേട്ടോ. നമ്മളൊരു ഇച്ചിരി ബോൾഡായിട്ട് തരണം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എന്തുണ്ട്, നമ്മളുടെ ആ ബോൾഡിനെസ്സും ആ ഒരു കോൺഫിഡൻസും ആ ഒരു വ്യക്തിത്വം ഉണ്ട്. നമ്മളെ പേടിച്ച് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവര് തന്നെ മനസ്സിലാക്കും, ഇവന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇനി അതുകൊണ്ട് നമ്മൾ ഒരാടത്ത് ചെന്ന് പൈസ നമ്മുടെ ആവശ്യമാണെങ്കിൽ പോലും കടം ചോദിക്കുമ്പോൾ പോലും നല്ല സ്ട്രോങ് ആയിട്ട് കടം ചോദിക്കാനായിട്ട് പഠിക്കണം. ആദ്യത്തെ ദിവസം തന്നെ കടം ചോദിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നേക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കിയെടുക്കുക. അടുത്തെയാണ് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുങ്ങി നടക്കുന്നതൊക്കെ ഇതിനകത്ത് ഒന്നാമത്തെയാണ് ബയോളജിക്കൽ ഫാക്ടർ, രണ്ടാമത്തെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനകത്ത് ഈ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് വേണ്ട എന്നൊക്കെ പറയും, അതൊന്നുമല്ല ഒരാളെ നിർണയിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ചില ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ അത്യാവശ്യമാണ്. നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടുമല്ല, ചിലരാണെങ്കിൽ നല്ല ഡ്രസ്സും നല്ല സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാലും ചിലർ എവിടെയെങ്കിലും പോകുമ്പോൾ എന്ത് ചെയ്യും, മോശം ഡ്രസ് ഇട്ടേ പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ആൾക്കാർ കൂടുന്നിടത്ത് എന്തോ ചെയ്യണം, നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പോകാനായിട്ട് ശ്രമിക്കണം. ചിലർ പറയും അവർക്ക് ജാടയാ, അവൾ അത് ഉള്ളതിന്റെ കാണിക്കുക. അങ്ങനല്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഭംഗിയായിട്ട്, മറ്റൊരാളെ നോക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ശരീരത്തെ എത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. അതൊരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിനകത്ത് പെടുന്നതാണ്. അതിനകത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഹോമോസ്റ്റാറ്റിസസ് എന്ന് പറയും. അതായത് നമ്മുടെ ആരോഗ്യം, അതായത് നമ്മുടെ ചിലരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനകത്ത് പറഞ്ഞാൽ ചിലരുടെ ശരീരമാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചൂടാകും, ചിലരുടെ പെട്ടെന്ന് വിയർക്കും, കൈയൊക്കെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് വിയർത്തൊലിച്ചൊരു വല്ലാത്ത അവസ്ഥയിലിരിക്കും. എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേ കൈയൊക്കെ വിയർത്ത് ആകെപ്പാടെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതൊക്കെ ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിന് കുറവുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അടുത്ത ചിലർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫക്റ്റുകളുണ്ട്, അത് ഹെൽത്ത് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട അവരെ എന്തോ ചെയ്യും, അതും അവരുടെ ജന്മനാനുള്ള കുഴപ്പമല്ല. പക്ഷേ ചിലരാണെങ്കിൽ ഹെൽത്ത് കണ്ടീഷനുകൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ചിലർ എന്തോ ചെയ്യും, എനിക്ക് വയ്യായേ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ എന്നുള്ള രീതിയിൽ അയ്യോ വയ്യ എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ പറയും. ഇവർക്ക് എവിടെ വന്നാലും ഇത് മാത്രമേ പറയാനുള്ളത്. പക്ഷെ അങ്ങനല്ല, നമ്മളെ തന്നെ അട്രാക്റ്റീവായിട്ട് നമുക്ക് നമ്മളെ ഈ പകുതി അസുഖങ്ങൾ, ഞാൻ നേരത്തെ പ്രാർത്ഥനയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ കാര്യം നടക്കത്തില്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ ചോദിക്കുക എന്റെ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കുന്നു എന്ന്. പക്ഷേ എന്നാലും നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയുന്നത്, ദൈവമേ എന്റെ അസുഖം മാറ്റി തരണമേ. നമ്മൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വാക്കിനകത്ത് എന്തോ അസുഖം എന്നല്ലേ നമ്മൾ പറയുന്നേ? നമ്മൾ ആരെങ്കിലും എനിക്ക് സുഖം തരണേന്ന് പറയാറുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയാറേ ഇല്ല. ഈ അസുഖം 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 എന്ന് പറയുന്നത് ഈ അവിടെ നിന്ന് കേൾക്കുന്ന ദൈവം എന്തോ ഈ കേൾക്കുന്ന ഈ അസുഖമാണ് കേൾക്കുന്നത്. നമ്മൾ ഇനി മുതൽ പറയേണ്ട കാര്യം ഇത്, ദൈവമേ എനിക്ക് സുഖം തരണമേ എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ നമ്മുടെ കുട്ടികൾ പഠിക്കത്തില്ല, നമ്മൾ എന്ത് പറയും, അവനാണെങ്കിൽ എല്ലാം അങ്ങ് മറന്നു പോകും, പഠിക്കുന്നത് ഒരു വക ശ്രദ്ധിക്കത്തില്ല, എല്ലാം മറവിയ. ഇനിയിപ്പോ നമ്മൾ പറയണേ അവൻ മറക്കുന്നു എന്നല്ല പറയണേ, അവനേ
ഓർമ്മിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഓർമ്മ എന്താണ്? പോസിറ്റീവാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വാക്കില് നമ്മുടെ കാര്യങ്ങളിലും ഒക്കെ എന്താ ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റാനായിട്ട് ശ്രമിക്കണം. ഓരോ കാര്യങ്ങളും നമ്മുടെ സെൽഫിന്റെ കാര്യമായി പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ നമ്മളിപ്പോ നിങ്ങൾ വന്നിരുന്നത് എന്തുവായിരുന്നു? ആദ്യം വലിയ ഇതിലാ വന്നത്, ഞാനിപ്പോ മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി അങ്ങ് ശരിയാക്കി എടുക്കാനായിട്ട് അങ്ങ് പഠിക്കാൻ വന്നിരിക്കുകയാണെന്നാ വന്നത്. അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്തോ ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റിയെങ്കിൽ മാത്രമേ വേറൊരാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ചിലപ്പോൾ വളരെ മോശമായിരിക്കാം. പക്ഷെ ആ മോശമായ സാഹചര്യത്തിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള വഴി നിങ്ങൾ ശ്രമിക്കണം. ശ്രമിക്കാതിരുന്നിട്ടാ നമ്മൾ പറയുന്നത് എനിക്ക് മോശമാണ്. ചില സാഹചര്യങ്ങൾ കിടപ്പുള്ളവർക്ക് പറ്റത്തില്ല. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ നമ്മൾ നേരെയാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്തതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. അതായത് നമ്മൾ പലപ്പോഴും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ട്, അല്ലേ? ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, മറ്റുള്ളവർ അങ്ങനെ നടക്കുന്നതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ ഈ വലിയ പ്രശ്നം ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? അവരങ്ങനെ നടക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഏബിൾ ടു അഡ്ജസ്റ്റ് ഇൻ എ ബെറ്റർ ഇൻ വേരിയസ് ലൈഫ് സിറ്റുവേഷൻ. നമുക്ക് പല സിറ്റുവേഷൻസുകൾ കാണാം നമ്മുടെ ജീവിതത്തിൽ. ആ ലൈഫ് സിറ്റുവേഷനെ നമ്മൾ ബുദ്ധിപരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ്. അതായത് ജീവിതത്തിലെ, ഞാനിപ്പം കുറച്ച് ഈ സൈക്കോളജി പഠിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ പല ലൈഫ് എക്സ്പീരിയൻസുകളും അനുഭവിച്ചവരാണ്ടിരിക്കുക നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, പലതിനെയും മോശപ്പെട്ടതിനെയും നല്ലതിനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ നിമിഷം വരെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ തളർന്നു പോയി ഡിനേ ചെയ്തിരുന്നുവെങ്കിൽ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യമായിരുന്നു, ജീവിതം കളഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുമായിരുന്നു? ഇല്ല. അപ്പം നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് നമുക്ക് പറയാം. അടുത്താണ് ഇമോഷണൽ ഡിറ്റർമിനൻസ്, നമ്മുടെ വൈകാരികമായ തീരുമാനം. വൈകാരികമായിട്ട് നമുക്ക്, അതായത് ആരെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോൾ, ഞാൻ നേരത്തെ കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഒരു കാര്യം കേട്ടാൽ അവരുടെ കൂടെ ഇരുന്ന് കുത്തിയിരുന്ന് കരയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യമില്ല. നമ്മൾ പറയും കരയുന്നവരോടെ കരയണം, ചിരിക്കുന്നവരോടെ ചിരിക്കണമെന്ന്. പക്ഷെ എല്ലാ സാഹചര്യങ്ങളിലും പോയിരുന്ന് കരയാനും അവിടെ പോയിരുന്ന് ഇപ്പം ചിരിക്കാനും എന്നുള്ളതല്ല പേഴ്സണാലിറ്റി. ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, ചില പിള്ളേർ അവിടെ നിന്ന് ചിരിക്കും, നമ്മൾ പറഞ്ഞാൽ ഇവൻ എവിടെ പോയാലും ഇതേ ഉള്ളു, അവിടെ ഇരുന്ന് അങ്ങ് ചിരിച്ചോണ്ടിരിക്കും. അവനാണെങ്കിൽ ശരി തെറ്റുകളെ മനസ്സിലാക്കാതെ ചിരിക്കുന്നവരുമുണ്ട്, ശരി തെറ്റുകളെ മനസ്സിലാക്കാതിരുന്ന് കരയുന്നവരുമുണ്ട്. അതൊക്കെ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ശരിയെന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ഇമോഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട്. ചിലരുടെ ഇപ്പം തന്നെ നമ്മളിപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ കൂടെ നന്നായിട്ട് കണ്ടൊരു മരണമാണില്ല, 10 മാസമുള്ള കുഞ്ഞിന്റെ മരണം. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടാണ് അതിന്റെ ആ കുഞ്ഞിന്റെ മമ്മിയും പപ്പായും കരയുന്നില്ല എന്നുള്ള കാര്യം. അവർ ഇമോഷണലി മെച്വേർഡ് ആണ്. ചിലപ്പോ നമ്മൾ വിചാരിക്കാം അവര് കരയാതിരിക്കുന്നത് അവര് മനഃപൂർവ്വം അല്ല. അവര് ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് പൊട്ടിക്കരയുന്നുണ്ടായിരിക്കാം. അവരുടെ മനസ്സിലെ വേദന അവർ പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 5-ാം തീയതിയാണ് ആ ആക്സിഡന്റ് നടന്നത്. ആ 5-ാം തീയതി ആക്സിഡന്റ് നടന്ന സമയത്തെ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കുഞ്ഞിങ്ങനെ ഇരുന്നാലും നമുക്ക് നല്ല നോർമൽ ഒരു കുഞ്ഞായിട്ട് അത് ജീവിച്ചു വരത്തില്ല. അപ്പൊ അവര് നല്ലൊരു ഡിസിഷൻ എടുത്തു. നമ്മുടെ കുഞ്ഞിന്റെ അവയവങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി അത് ദാനം ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പൊ ആ ഒരു ഗുഡ് ഡിസിഷൻ ഒക്കെ അവർ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരതിനെ മനസ്സിലാക്കി, ഈ സിറ്റുവേഷനെ എങ്ങനെ പെരുമാറണം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാതിരുന്നത്. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടുകളിലൊന്നും നമ്മളിപ്പോ മരണം വരുമ്പോ ആരും കരയത്തില്ല എന്നല്ല, നമ്മൾ ആരും മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാറൊന്നും നമ്മള് ഇല്ല. നമുക്ക് എന്താ കരയാത്തെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് വീണ്ടും കാണാം എന്നൊരു പ്രത്യാശ നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട്, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത് നമുക്ക് ആ മഹത്വ തീരത്ത് വീണ്ടും കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കരച്ചിൽ അവിടെ പ്രകടിപ്പിച്ചില്ല എന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വിഷമം ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. അവർ ഇമോഷണലി അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ, അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്.
അപ്പൊ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കൈകാര്യം ചെയ്യുന്നത് പേഴ്സണാലിറ്റി, അതായത് ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ചിലരാണെങ്കിൽ എക്സസീവ് ലവ് ആൻഡ് അഫെക്ഷൻ കാണിക്കും. ചിലർ നമ്മൾ പറയത്തില്ല, എവിടെയെങ്കിലും ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഭയങ്കര സ്നേഹം. പക്ഷെ ഒരുപാട് അങ്ങ് ലവ് കാണിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഈ ലവ് ഒക്കെ വെറുതെ ആയിരുന്നല്ലോ എന്ന് വിചാരിക്കും. നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പം നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറം നമ്മളെ അവർ ഡിനേ ചെയ്ത് കളയും. അപ്പൊ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഇമോഷണലി ഒരുപാട് എക്സസീവ് ലവ് കാണിക്കുന്നത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ ഇമോഷണലി അടുത്താണ് ആസ്പിറേഷൻസ് ആൻഡ് അച്ചീവ്മെന്റ്. ചിലര് നേട്ടങ്ങൾ നേടുമ്പോഴും അച്ചീവ്മെന്റ്സ് ഒക്കെ നേടുമ്പോഴും ഒരുപാട് എന്തോ ചെയ്യും, മതിമറന്ന് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കും. അതും ഒരുപാട് ഓവറായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഈ അച്ചീവ്മെന്റ്സ് വരുമ്പോഴും അല്ലെങ്കിൽ അടുത്ത ഒരു പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് ആ അച്ചീവ്മെന്റ് കിട്ടിയെന്ന് വരത്തില്ല. അന്നേരം നമ്മൾ എന്തോ ചെയ്യും, നിരാശരായി പോകാനായിട്ട് ഉള്ള ഒരവസ്ഥ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മതിമറന്ന് സന്തോഷിക്കാനും ദുഃഖങ്ങൾ വരുമ്പോൾ അങ്ങ് ശരീരം കളഞ്ഞും മനസ്സ് കളഞ്ഞും ദുഃഖിക്കാനായിട്ട് നമ്മുടെ ഇതിന് ഇടം കൊടുക്കരുത്. ആ ഒരു മീഡിയേറ്റ് അവസ്ഥയിൽ നിൽക്കണം. ഇന്ന് എനിക്കൊരു പ്രശ്നം വന്നു, എനിക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. സന്തോഷം വന്നതിന് ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ സന്തോഷം കാണിച്ചു കഴിയുമ്പോൾ നാളെ നമ്മൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അതിനെ നേരിടാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, കുഞ്ഞുങ്ങൾക്ക് തോൽവിയെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് വിജയം മാത്രം മതി. അവർക്ക് എപ്പോഴും എന്തോ പ്ലഷറാണ് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് പ്ലഷറാണ്. നമ്മുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് പ്ലഷർ ഇല്ലായിരുന്നു. ഇവർക്കിപ്പോ മൊബൈൽ കളിക്കുമ്പോഴത്തേക്ക് അവരൊരു ഗെയിം കളിച്ചു, വിജയിച്ചു. അത് തോറ്റു കഴിഞ്ഞാൽ എന്തോ അവർ അടുത്ത ഗെയിം കളിച്ച് അവർക്ക് ജയിക്കണം. അത് അന്നേരം അവർക്ക് അമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും, ഡാ ഫോണിങ് എടുക്കടാന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ അങ്ങോട്ട് മേടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവന്റെ സന്തോഷവും തീർന്ന് എല്ലാം തീർന്നിട്ടില്ല, അവളോട്ട് മാറി ഇരുന്നിട്ട് നമ്മളോട് ദേഷ്യം ഇങ്ങനെ കാണിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമുക്ക് കിട്ടിയിരുന്ന പ്ലഷർ എന്താണെന്ന് ഞാൻ ചോദിച്ചാല്, നമ്മൾ വെക്കേഷനൊക്കെ നമ്മൾ എന്തുവായിരുന്നു ചെയ്യുന്നത്? മൊബൈൽ കളിച്ചിരിക്കുകയായിരുന്നു ചെയ്യുന്നത്? ഇല്ല. നമ്മളൊന്നും ഇല്ലെങ്കിൽ ഓണത്തിന്റെ സമയമാണെങ്കിൽ ഊഞ്ഞാലിട്ട് തരും, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. പിന്നെ അല്ല നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മള് പോകുന്നിടയിൽ നമ്മുടെ അമ്മ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ മാവന്റെ ഒക്കെ വീടുകളിൽ, നമ്മൾ അങ്കിളിന്റെ ഒക്കെ വീട്ടിൽ നമ്മൾ വിരുന്നിന് 2 ദിവസം നിൽക്കാനായിട്ട് പോകുമായിരുന്നു. പോകുമ്പോഴും എങ്ങനെയാണ് സന്തോഷം, നമ്മൾ ബസ്സിനകത്ത് കയറിയിരുന്ന് ഇല്ല സ്ഥലങ്ങളെല്ലാം കണ്ട് വഴി കാണുന്ന കടകളുടെ പേര് മൊത്തവും വായിച്ച് ഐസ്ക്രീം കടയിൽ നോക്കി ഇതെല്ലാം നോക്കി നമ്മൾ സന്തോഷിച്ച് ഇങ്ങനെ പോയി നമ്മൾ ആ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കസിൻസിനെയൊക്കെ കണ്ട് കളിച്ച് ചിരിച്ച് ഫുഡൊക്കെ കഴിച്ച് 2 ദിവസമൊക്കെ നിന്ന് ഈ സന്തോഷം അങ്ങ് ശരീരത്തും മനസ്സിനും അങ്ങ് മറന്ന് കിടക്കൂലേ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും 3-ാമത്തെ ദിവസം നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകണ്ടേ. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വിഷമത്തോടെ അപ്പച്ചനെ അമ്മച്ചിയുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അന്നേരം അപ്പച്ചൻ നമുക്ക് 500 രൂപ, അന്ന് പണ്ടത്തെ കാലത്ത് നമുക്ക് 500 രൂപ അല്ലായിരുന്നല്ലോ. എന്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ആ ഒരു 100 രൂപ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇതെല്ലാം ഒക്കെ മേടിച്ച് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് സന്തോഷം പോയിട്ടുണ്ടോ? ഇല്ല. 3 ദിവസം കഴിഞ്ഞാലും പോകത്തില്ല. സ്കൂൾ തുറന്നില്ല, സ്കൂളിൽ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോഴും ഈ സന്തോഷം നമ്മുടെ മനസ്സിൽ ഹാങ് ഓവർ ചെയ്ത് നമുക്ക് കിടക്കുകയാണ്. ആ ഒരു സന്തോഷമായിരുന്നു നമ്മൾ അനുഭവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം ഇല്ല. അവർക്കെല്ലാം ഫോണിനകത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് സന്തോഷം കിട്ടുന്നു, അത് ഓഫ് ആക്കുന്നതോടുകൂടി അവരുടെ സന്തോഷം തീരുന്നു. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ആ ഒരു ജനറേഷനും നമ്മളും തമ്മിലുള്ള പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസം. അതാണ് അവർക്ക് തോൽവിയെ പെട്ടെന്ന് അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ. അവർ ആ ഗെയിമിൽ തോറ്റു, അടുത്ത നിമിഷം അവർക്ക് അടുത്ത ഗെയിം കളിച്ചാൽ അവർക്ക് ആ ഗെയിം ജയിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇല്ല, വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു, നമ്മൾ അതിനെ മനസ്സിലാക്കി, ഇനി എനിക്ക് ഇനി അടുത്ത വെക്കേഷന് മാത്രമേ എനിക്ക് അവിടെ പോയി എനിക്ക് ആ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ അച്ചീവ്മെന്റ്സ് നേടുമ്പോഴും നമ്മുടെ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയണോ? ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരാളുടെ വ്യക്തിത്വം അളക്കുന്നത്, വ്യക്തിത്വം മനസ്സിലാക്കുന്നത്? ഒരാളുടെ ഡ്രസ്സിങ്ങിലാണോ? അല്ല. അതായത് ഒരാളുടെ, ഞാൻ പറഞ്ഞ പോലെ ഫീലിങ്സ്, ആക്ഷൻ, അതായത് ചിന്ത,
വികാരങ്ങൾ, അവരുടെ ഇമോഷൻസ്, അവരുടെ പെരുമാറ്റം, അവരുടെ ബിഹേവിയർ ഇങ്ങനെയുള്ള മൂല്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവർ ഒരു സമയത്ത് പ്രതികരിക്കുന്ന രീതി എന്നിവയുടെ ഒരു സമന്വയം, ഇത്രയും ഗുണങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. വ്യക്തിയുടെ ചിന്ത, തോട്ട്സ്, അതുപോലെ ഇമോഷൻസ് വികാരം, പിന്നെ പെരുമാറ്റം ബിഹേവിയർ, പിന്നെ ആക്ഷൻസ് പെരുമാറ്റ രീതി, പിന്നെ അവരുടെ മൂല്യങ്ങൾ. നല്ല വാല്യൂസ് ഉള്ളവർ നല്ല രീതിയിൽ പെരുമാറുമല്ലോ. നമ്മൾക്കറിയാലോ, പണ്ട് ഇപ്പൊ നമ്മൾ പറയും കുട്ടികൾക്ക് മൂല്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നു. അതിന് കാരണങ്ങളുണ്ട്. നമ്മള് അപ്പൊ വീട്ടിൽ ഗ്രാൻഡ് പേരൻസിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നല്ല മൂല്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാം നാനോ ഫാമിലി ആയി മാറിയത് കൊണ്ട് നമുക്ക് സമയമില്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ആരുടെയും കുറ്റമൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനും സമയമില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും സമയമില്ല. അപ്പോഴത്തേക്ക് അവർക്ക് നല്ല മൂല്യം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾ മോശക്കാരാണെന്നൊന്നുമല്ല, ഇപ്പോഴത്തെ കുട്ടികൾ നല്ല കുട്ടികളൊക്കെ തന്നെയാണ്. പിന്നെ ആ വളർന്നു വരുന്ന സാഹചര്യത്തിലും ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ തന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മോശക്കാരാണ്. അത് നമ്മൾ തെറ്റായ ഒരു പറച്ചിലാണ്. നല്ല കുട്ടികളും ഉണ്ട്, അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ മോശപ്പെട്ട് പോകുന്നത്. നമ്മുടെ പിന്നെ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തയാണ് നമ്മൾ വ്യക്തിത്വത്തിന്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ പഠിച്ചു. അവരുടെ പറഞ്ഞില്ലായിരുന്നോ? 3 കാര്യങ്ങൾ. ഇൻട്രോവർട്ട് പഠിച്ചു, ആംബിവർട്ട്. ഇൻട്രോവർട്ട് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാന്, എക്സ്ട്രോവർട്ട് എന്ന് പറയുമ്പോൾ ആളുകളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട്. ആംബിവർട്ട്, ഇൻട്രോവർട്ട് പ്ലസ് എക്സ്ട്രോവർട്ട്, അങ്ങനെ ഈ 2 കാര്യങ്ങൾ ഇൻട്രോവർട്ട് പ്ലസ് എക്സ്ട്രോവർട്ട് ആണ് ആംബിവർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഈ കാര്യം. പിന്നെ അടുത്ത നമ്മൾ ടൈപ്പ് എയും ടൈപ്പ് ബി പേഴ്സണാലിറ്റിയും പറഞ്ഞ് അവർക്ക് കൂടുതൽ സ്ട്രെസ്, ടൈപ്പ് എക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും, പെർഫെക്ഷനിസ്റ്റ് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തത് കാം ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത് ഒരു വ്യക്തിത്വം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ മനസ്സിലാക്കാം. അതായത് ഒരാളുടെ സംസാര രീതി, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, പിന്നെ ആ പ്രതികരിക്കാൻ എടുക്കുന്ന സമയം. അടുത്താണ് ഇന്റർവ്യൂ മെത്തേഡ്. അവരോട് കാര്യങ്ങൾ തുറന്നു ചോദിച്ചും മനസ്സിലാക്കി നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ബിഹേവിയർ പാറ്റേൺസ്. ഒരു പ്രശ്നം വരുമ്പോൾ അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ പരാജയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, റിലേഷൻഷിപ്പ് ബന്ധങ്ങളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്, അത് നമുക്കിവിടെ ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. കോൺഫിഡൻഷ്യാലിറ്റി എന്നാണ് കൗൺസിലിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ആൾക്കാർ ഒരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, ഇപ്പൊ അവര് വന്നെന്ന് അവരുടെ ബന്ധുക്കാർ അറിഞ്ഞെന്ന് വെച്ചു. അപ്പൊ ആ ബന്ധുക്കാർ നമ്മളോട് അടുത്ത ദിവസം ചോദിക്കുകയാണ്, കണ്ടപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വന്നായിരുന്നല്ലേ, എന്താണ് അവരുടെ പ്രശ്നം? പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കരുത്. തല പോയാൽ പോലും നിങ്ങൾ അവരുടെ പ്രശ്നം തുറന്നു പറയരുത്. അതിന്റെ കാരണം അവര് നമ്മളെ വളരെയധികം വിശ്വസിച്ചിട്ടാണ് ഒരു കൗൺസിലറിന്റെ അടുത്ത് വരുന്നത്. കൗൺസിലറിന്റെ എത്തിക്സിന്റെ ആദ്യത്തെ കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി. പിന്നെ ഇപ്പൊ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് നടത്തുമ്പോഴും, അല്ലെങ്കിൽ പിന്നെ ഈ ഡൈവോഴ്സ് കേസുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ചില കേസുകളിൽ നമുക്ക് അവരുടെ പേരൻസിനെ അറിയിക്കേണ്ട, അവരും കൂടെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ട കേസ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ തുറന്നു പറയണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ തുറന്നു പറയുന്നത്. ഇപ്പൊ എന്റെ അടുത്താണെങ്കിൽ പല കേസുകൾ ഈ പോക്സോ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രശ്നം അറിഞ്ഞിട്ട് അവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ തെറ്റുകാരി ഞാൻ തന്നെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്നത് ആ പോക്സോ ചെയ്ത ആളെക്കാളും കുറ്റം ചെയ്യുന്ന ആൾ ഞാനാണ്. അതിന്റെ കാരണം ഈ സംഭവം അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നത് വളരെ ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാകുമ്പം ഞാനത് തുറന്നു പറയുകയും റിപ്പോർട്ട് ചെയ്യേണ്ടവരടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഒരു കൊച്ചു വന്ന് ടീച്ചറെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നപ്പോൾ പറഞ്ഞു, അത് നിസ്സാര കാര്യം, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ അവന് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം. അവൻ നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചാണ്. പറഞ്ഞു, ടീച്ചറെ ഞാൻ നന്നായിട്ട് പഠിക്കും, പക്ഷെ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് സെക്കൻഡ് ആണ് കിട്ടുന്നത്. പക്ഷെ അമ്മയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുക ഞാനൊന്നും പഠിക്കുന്നില്ല. എൻ്റെ കസിൻസിന്റെ ഒക്കെ മുന്നിൽ വെച്ച് പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല. പക്ഷെ ടീച്ചറെ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമാണ്, ഞാൻ പഠിക്കുന്നുണ്ട്,
ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്കറിയാം ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എന്നിട്ട് എന്നെ എല്ലാവരെയും മുന്നിൽ വെച്ചങ്ങ് കുറ്റം പറയുന്നു എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, മോനെ നീ വിഷമിക്കേണ്ട, നീ അമ്മയുടെ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അമ്മയുടെ നമ്പർ എനിക്ക് തരാനല്ല, എന്റെ നമ്പർ ഞാൻ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു വൈകുന്നേരത്ത് എന്നെ അമ്മയൊന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി 10 മണിയായപ്പോഴാ, അറിയാത്ത നമ്പർ വേണമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു രാത്രി 10 മണിക്ക് ആരാ, ഞാൻ സേവ് ചെയ്താണ് നമ്പർ വരല്ല, ആരാ വരുന്നത്. ഫോൺ എടുത്തവൻ പറഞ്ഞു ഞാനിങ്ങനെ അഭിനവിന്റെ അമ്മയാണ് വിളിക്കുന്നത്. അപ്പോഴും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല, 2 അഭിനവ് വന്നായിരുന്നു. പിന്നെ അഭിനവിന്റെ അമ്മയാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ടീച്ചർ വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, വിളിക്കാൻ പറഞ്ഞിരുന്നു, ഇന്നതാണ് കാര്യം എന്ന്. എന്നിട്ട് ഞാൻ അവസാനം അവർക്ക് വിഷമമായിരിക്കാൻ ചോദിച്ചു, ഞാൻ വിളിക്കാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെന്ന് ചോദിച്ചു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതാ വേണ്ടി ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, എന്റെ മോന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ, അപ്പൊ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ടീച്ചറെ, ഇനി ആരുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ അവൻ പഠിക്കത്തില്ല എന്ന് പറയത്തില്ല എന്ന്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പേരൻസ് ആയിരിക്കുന്നവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ അത്രയായിരുന്നു, അതുപോലെ ആയിരിക്കാം നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരും വളരെ വിശ്വസിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ വേറൊരാൾ അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടല്ലേ, നമ്മൾ ഒരാളോടത്ത് പറഞ്ഞ രഹസ്യങ്ങൾ പിറ്റേ ദിവസം വേറൊരാള് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ലേ. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് നമ്മുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. 16 വയസ്സുകാരൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ 40 വയസ്സുകാരിയുടെ സ്വഭാവത്തിൽ അവനോട് പെരുമാറിയ അവന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ 16 വയസ്സുകാരന്റെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഓരോ തിയറീസ് പഠിപ്പിക്കുമ്പോഴും എൻ്റെ ആ ഒരു അനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ഞാൻ ബിബ്ലിക്കലായിട്ടല്ല കൂടുതൽ പറയുന്നത്, നമ്മൾ ഇത് വരുമ്പം നമ്മൾ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അത് ആ രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ, അതായത് ആ രീതിയിൽ സംസാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ആയിരുന്നല്ലോ? എല്ലാവർക്കും എന്തെങ്കിലും മനസ്സിലാകാതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ പറയാം, ഞാൻ നോട്ട്സ് ഇട്ട് തരാം. മാം, ടൈപ്പ് എ ആൻഡ് ബി എന്ന് പറഞ്ഞില്ലേ, അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാമോ ഒന്നും കൂടി? പറയാം. ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ അവർ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അവർ ടൈം കോൺഷ്യസ് ആയിരിക്കും. പിന്നെ സ്ട്രെസ് കൂടുതലായി അവനനുഭവിക്കും. അതുപോലെ ഒരു ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ. അതിന് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് എന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോ രാവിലെ പത്രം നമ്മുടെ വീട്ടിൽ വരത്തില്ലേ, പത്രം വീട്ടിൽ വരുമ്പം ആദ്യം നമ്മുടെ വീട്ടിൽ പത്രം എങ്ങനെ കിട്ടിയ വൈകുന്നേരം ആകുമ്പോഴും ആ പത്രം അതുപോലെ അവിടെ ഇരിക്കുമോ? ഇല്ല. പക്ഷെ പെർഫെക്ഷനിസ്റ്റ് ആഗ്രഹിക്കുന്നവർ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ പത്രക്കാരൻ ഇങ്ങനെ കൊണ്ടിട്ട് വൈകുന്നേരം എന്തോ ചെയ്യണം, ആ പത്രം അതുപോലെ ഇരിക്കണം. അത് ഭയങ്കര, ആ പേഴ്സണാലിറ്റിക്കകത്ത് ഒരു കുഴപ്പമുണ്ട്. ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആഗ്രഹിക്കുന്നവരെ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നിങ്ങൾക്ക് എടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ എടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓരോ പേഴ്സണാലിറ്റിക്കകത്തും വരുന്നൊരു കാര്യമാണ് ഈ പെർഫെക്ഷനിസ്റ്റ്. വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കും, പക്ഷെ അവരുടെ കൂടെ ജീവിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പുറമേ നിന്ന് കാണുന്നവർ വലിയ കുഴപ്പമില്ല എന്നായിരിക്കും, പെർഫെക്ഷനിസ്റ്റ് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ധൃതി പിടിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് പോകും. നമ്മൾ വിചാരിക്കാൻ നാളെ എടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ എടുക്കാമല്ലോ എന്ന്. പക്ഷേ ഈ പെർഫെക്ഷനിസ്റ്റ് എന്തോ ചെയ്യും, ആ വിഷയം വെച്ച് വീട്ടിൽ വഴക്ക് ഉണ്ടാക്കും. നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ കാം ആയിരിക്കും, റിലാക്സ്ഡ് ആണ്, പിന്നെ പേഷ്യൻസ് ഉണ്ട്, സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. ഒന്നാമത്തെ ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ ഹൈ കോമ്പറ്റീറ്റീവ് ആണ്, ടൈം കോൺഷ്യസ് ആണ്, സ്ട്രെസ് കൂടുതലായി അനുഭവിക്കും, പെർഫെക്ഷനിസ്റ്റ് ആണ്. ടൈപ്പ് ബിയിൽ ഒരു കാം ആണ്,
റിലാക്സ്ഡ് ആണ്, പേഷ്യൻസ് ഉണ്ട്, സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസം പഠിക്കാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. നിങ്ങളോട് താങ്ക് യു.